Hello, learners. Welcome back to my channel, Commerce Cabin by Grace, a helping hand to succeed. MCO 21, Unit 2 The Firm, Stakeholders, Objectives and Decision Issues. ആദ്യം തന്നെ നമുക്ക് ഫേം എന്താണെന്ന് നോക്കാം. സെയിൽസിനായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗനൈസേഷനെയാണ് നമുക്ക് ഫേം എന്ന് പറയാൻ പറ്റുന്നത്. ഇത് മാനേജറിയൽ ഇക്കണോമിക്സിൽ ഒരു സെൻട്രൽ റോൾ പ്ലേ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫോർഡ് ഫൗണ്ടേഷൻ പോലെയുള്ള നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലാത്ത എല്ലാ ഫേംസും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. ലാർജ് എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൗസൻഡ്സ് ഓഫ് ഫേംസ് ഉണ്ട്. ബാക്കിയുള്ളവയൊക്കെ നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫേമിൻ്റെ ബിഹേവിയറിൻ്റെ ക്രൂഷ്യൽ ഡിറ്റർമിനൻ്റ് ആണ് സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്. ഒരു ഫേമിന് എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന ലിമിറ്റ് ടെക്നോളജിയാണ് ഇമ്പോസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന അല്ലെങ്കിൽ അതിനെ ഇൻപുട്ടിനെ ഔട്ട്പുട്ടായി ട്രാൻസ്ഫോം ചെയ്യുന്ന ആക്ടിവിറ്റീനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, പ്രൊഡക്ഷൻ എന്ന് പറയാൻ പറ്റുന്നത്. ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ മാത്രമല്ല, സർവീസസിൻ്റെ പ്രൊഡക്ഷനും ഇതിൽ വരുന്നുണ്ട്. ഇനി ഇൻപുട്ട് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന എന്തിനേയും നമുക്ക് ഇൻപുട്ട് എന്ന് വിളിക്കാം. ഫേമിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ലേബർ, ക്യാപിറ്റൽ, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അവയെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആക്കി കൺവേർട്ട് ചെയ്ത് സെയിൽസിന് റെഡി ആക്കുക എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ ആൻഡ് ഫേംസ് തമ്മിൽ ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ഒരു സർക്കുലർ ഫ്ലോ നടക്കുന്നു. കാരണം ദേ ആർ ഹൈലി ഇൻ്റർഡിപ്പെൻഡൻറ്റ് അല്ലേ. ഫേം ലേബറിന് പേ ചെയ്യാൻ വില്ലിങ് ആകുന്നില്ല എങ്കിൽ ലേബറിന് അവിടെ വാല്യൂ ഉണ്ടോ? ഇല്ല. അതേപോലെ കൺസ്യൂമർ വാങ്ങാൻ വില്ലിങ് ആകുന്നില്ലെങ്കിൽ ഫേമിൻ്റെ പ്രൊഡക്ഷൻ അത്ര സുഗമമായിട്ട് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ രണ്ട് പേർക്കും ഇൻസെൻറ്റീവ്സ് ഉണ്ടല്ലേ. ഇൻഡിവിജ്വൽസിൻ്റെ ഡിമാൻഡിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഫേം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ റിസോഴ്സ് ഓണേഴ്സിന് എന്ത് ചെയ്യുന്നു, വേജ് ഓണേഴ്സിന് എന്ത് ചെയ്യുന്നു, വേജ്, റെൻറ്റ്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഇതൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. കൺസ്യൂമേഴ്സ് ഡിമാൻഡിനനുസരിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിൽ ഫേംസ് എന്ത് ചെയ്യുന്നു, വർക്കേഴ്സിന് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനനുസരിച്ച് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യണം, ടാക്സും കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് അത് യൂസ് ചെയ്ത് എഡ്യൂക്കേഷൻ, ഡിഫൻസ് അതുപോലെയുള്ള സർവീസസ് പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നു. ലോവർ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഔട്ട്പുട്ട് ഫേം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നതിനേക്കാൾ ലോവറാണ് ഫേം എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളതെങ്കിൽ. അപ്പോൾ ഈ ലോവർ കോസ്റ്റിന് കുറച്ച് കാരണങ്ങളുണ്ട്, കുറച്ച് റീസൺസ് ഉണ്ട്. ഫസ്റ്റ്ലി ലേബറിനെ നമ്മൾ ലോങ് ടേം കോൺട്രാക്റ്റിൽ എടുക്കുകയാണെങ്കിൽ ഓരോ സമയത്തും ന്യൂ കോൺട്രാക്റ്റിൽ ന്യൂ ലേബറിനെ എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്ന ഉള്ള കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സെക്കൻഡ്ലി പ്രൈസ് കൺട്രോള് എന്നുള്ളത് ഓപ്ഷനാണ്. സെയിൽസ് ടാക്സ് ഇതുപോലെയുള്ള ഗവൺമെൻറ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. പ്രൈസ് കൺട്രോൾ, സെയിൽസ് ടാക്സ് ഇതുപോലെയുള്ള ഗവൺമെൻറ് റെഗുലേഷൻസ് ഉണ്ട്. ഒരു ഫേമിൻ്റെ ഉള്ളിൽ തന്നെ ട്രാൻസാക്ഷൻസ് നടക്കുമ്പം അത് കുറച്ചും കൂടെ ചീപ്പറായിരിക്കും. സോ അത്തരത്തിലുള്ള സേവിങ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഇനി സൈസ് ഓഫ് ദ ഫേം ലിമിറ്റ് ചെയ്യണം. ഫേം ഗ്രോ ചെയ്യുന്നതോടൊപ്പം തന്നെ കോസ്റ്റ് ഓഫ് ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻ മറ്റ് ഫേംസിനെക്കാട്ടിൽ കൂടുതലോ അതിനോട് ഈക്വലോ ആകണം. അങ്ങനത്തെ ഒരു സ്റ്റേജ് റീച്ച് ചെയ്യുമ്പം ഫേമിൻ്റെ സൈസിന് ഒരു ലിമിറ്റ് ഇടും. ലീഗൽ അതുപോലെ തന്നെ മെഡിക്കൽ ഇങ്ങനത്തെയുള്ള സർവീസ് പോലെയുള്ള അഡീഷണൽ സർവീസസ്, ഈ സർവീസസ് മറ്റ് ഫേംസിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ ഫേമിനുള്ളിലെ അത്തരം സർവീസസ് യൂസ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫേംസിൻ്റെ സൈസും അതിൻ്റെ ഈ ഡിഫറൻസസിൻ്റെ റീസൺസും എന്താണെന്ന് നോക്കാം. സ്റ്റീൽ ആൻഡ് ഓട്ടോമൊബൈൽ പ്രൊഡ്യൂസിങ് കമ്പനീസ് പോലെയുള്ള ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഫേംസിനേക്കാൾ സർവീസ് ഫേംസ് സ്മോളർ ആകാനുള്ള കാരണം എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് പല ഫേംസും BPO റൂട്ട് ചൂസ് ചെയ്യുന്നത്? അതിനുള്ള കാരണം എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫേംസിനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പബ്ലിക് സെക്ടർ ഫേംസ്, പ്രൈവറ്റ് സെക്ടർ ഫേം, ജോയിൻറ്റ് സെക്ടർ ഫേം, നോൺ പ്രോഫിറ്റ് ഫേം. ഫേംസിനെ എഗെയിൻ നമുക്ക് നമ്പർ ഓഫ് ഓണേഴ്സിൻ്റെ ബേസിലും ക്ലാസിഫൈ ചെയ്യാം. 1 person കമ്പനി, പാർട്ട്ണർഷിപ്പ് അതുപോലെ തന്നെ കോർപ്പറേഷൻ, ഇങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇനിയും അടുത്തൊരു ഏരിയ ആണ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം.
ഫേമിൻ്റെ ട്രഡീഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് അല്ലേ. നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പം കോസ്റ്റ് കുറച്ചുകൊണ്ടുള്ള റവന്യൂവിനെയാണ് നമ്മൾ നോർമലി പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടൻസ് കൺസിഡർ ചെയ്യുന്നതിലും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇക്കണോമിസ്റ്റുകൾ കോസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് പേഴ്സൺ അയാൾ മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റീറ്റെയിൽ സ്റ്റോറിൽ ഒരു 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയെന്ന് വെച്ചോ. മറ്റ് എംപ്ലോയീസിനെ ഒന്നും അയാൾ ഹയർ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രൊജക്റ്റഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് നോക്കുമ്പം 90,000 സെയിൽസ്, അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 40,000 ലെസ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50,000 കിട്ടും അല്ലേ. ആ ഒരു ഇല്ലസ്ട്രേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ലെസ് ചെയ്യുമ്പോൾ എത്രയെന്ന് ഗ്രോസ് പ്രോഫിറ്റ് 50,000 കിട്ടും. അതിൽ നിന്ന് നമ്മൾ അഡ്വർടൈസിങ് 10,000, ഡിപ്രീസിയേഷൻ 10,000, യൂട്ടിലിറ്റീസ് 3,000, പ്രോപ്പർട്ടി ടാക്സ് നമ്മൾ 2,000, മിസ്സലേനിയസ് ആയിട്ടുള്ളത് 5,000, അതെല്ലാം നമ്മൾ കൂട്ടുമ്പം 30,000 ആണല്ലോ നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് അത് എന്തെയ്യുന്നു, ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കുമ്പോൾ, അതായത് ആദ്യത്തെ ഗ്രോസ് പ്രോഫിറ്റ് 50,000 നിന്ന് ഈ അഡ്വർടൈസിങ്ങും മിസ്സലേനിയസും അതുപോലെ തന്നെ പ്രോപ്പർട്ടി ടാക്സ്, യൂട്ടിലിറ്റീസ്, അങ്ങനെയല്ല അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഗ്രോസ് പ്രോഫിറ്റായ 50,000 നിന്ന് കുറയ്ക്കുമ്പോൾ, അതായത് 50,000 മൈനസ് 30,000 ചെയ്യുമ്പം നെറ്റ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. ഈ ബിസിനസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പബ്ലിക്കേഷൻസിൽ, അതായത് ആനുവൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ എന്താണോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതാണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ എക്കണോമിസ്റ്റുകൾ അതർ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അതായത് അതിനകത്ത് ഇംപ്ലിസിറ്റ് കോസ്റ്റും ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. അതിനെ അവർ റെക്കഗ്നൈസ് ചെയ്യും. അത് ഫേമിൻ്റെ ഔട്ട്ലേസിൽ കാണത്തില്ല, അത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ കാറ്റഗറീസിലാണ് വരുന്നത്. അത് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സിലൊന്നും കാണത്തില്ല. റാഷണൽ ഡിസിഷൻ മേക്കിങ്ങിൽ അതിൻ്റെ ഒരു ഫ്രെയിം വർക്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുമ്പോൾ ആ ഓണർ ബിസിനസ്സിൽ ₹1 lakh പുള്ളിക്കാരൻ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ അത് ബാങ്കിൽ പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനൊരു 10% ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് ഓർത്തു. അപ്പം റിസ്ക്ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പം എന്താ പറയുന്നത്, 10,000 പുള്ളിക്ക് ആനുവലി കിട്ടും. ഇതാണ് ഇംപ്ലിസിറ്റ് ഓർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. റീറ്റെയിൽ സ്റ്റോറിന് വേണ്ടിയിട്ട് മുടക്കിയ 1 lakh എന്ത് ചെയ്യുന്നു, 1 lakh റീറ്റെയിൽ സ്റ്റോറിൽ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് ആനുവലി കിട്ടേണ്ടുന്ന 10,000 പോയല്ലോ. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് നമ്മൾ ഒഴിവാക്കിയ ആനുകൂല്യം, അതായത് നഷ്ടപ്പെടുത്തിയ ഓപ്പർച്യൂണിറ്റീസിൻ്റെ കോസ്റ്റ്. നമ്മൾ നഷ്ടപ്പെടുത്തിയതിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന ബെനിഫിറ്റിനെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ഇനിയും ഇക്കണോമിക് പ്രോഫിറ്റിനെ കണ്ടുപിടിക്കുന്നത് റവന്യൂയിൽ നിന്ന് നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇക്കണോമിക് പ്രോഫിറ്റ് കിട്ടുന്നത്. അതായത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് പ്ലസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് മൈനസ് റവന്യൂ. അക്കൗണ്ടിങ് പ്രോഫിറ്റ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്താ പറയുക, ഫിനാൻഷ്യൽ പെർഫോമൻസിൻ്റെ കംപ്ലീറ്റ് പിക്ചർ പ്രൊവൈഡ് ചെയ്യത്തുമില്ല. അപ്പോൾ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോവാം. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയാം. അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കോസ്റ്റാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. വേജ്, സാലറി, റെൻറ്റ്, ഇതൊക്കെയാണ്. പ്രോഫിറ്റ് ഫ്രീ മാർക്കറ്റ് സിസ്റ്റത്തിൽ 2 പ്രൈമറി റോൾസാണ് പ്ലേ ചെയ്യുന്നത്. ഒന്നാമത്തേത് പ്രൊഡ്യൂസേഴ്സിന് അവരുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യണോ എന്നുള്ളതിന് ഒരു സിഗ്നലാണിത്. രണ്ടാമത്തേത് ഇറ്റ്സ് എ റിവാർഡ് ഫോർ ഓൺട്രപ്രണറിയൽ ആക്ടിവിറ്റി. ഓൾദോ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇസ് എ ഡോമിനൻ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം, വേറെയും ഒബ്ജക്റ്റീവ്സ് ഇതിനുണ്ട്. ഒന്നാമത്തേത് മാക്സിമൈസേഷൻ ഓഫ് സെയിൽസ് റവന്യൂ, രണ്ടാമത്തേത് മാക്സിമൈസേഷൻ ഓഫ് ഫേംസ് ഗ്രോത്ത് റേറ്റ്, മൂന്നാമത്തേത് മേക്കിംഗ് എ സാറ്റിസ്ഫാക്ടറി റേറ്റ് ഓഫ് പ്രോഫിറ്റ്, നാലാമത്തേത് ലോങ് റൺ സർവൈവൽ ഓഫ് ദ ഫേം. അതൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അടുത്തൊരു ഏരിയ ആണ് വാല്യൂ മാക്സിമൈസേഷൻ. മിക്ക ഫേംസും അവരുടെ ഷോർട്ട് ടേം പ്രോഫിറ്റ് സ്ലൈഡ് ലൈൻ ചെയ്തിട്ട് ഫ്യൂച്ചർ ലോങ് ടേം പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഷോർട്ട് ടേം പ്രോഫിറ്റിനെ സാക്രിഫൈസ് ചെയ്യാറുണ്ട്. തിയറി പ്രകാരം ഫേമിൻ്റെ ഒബ്ജക്റ്റീവ് വെൽത്ത് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ ഫേം മാക്സിമൈസ് ചെയ്യുക എന്നതാണ്.
ഇമ്മീഡിയറ്റ് പ്രോഫിറ്റിനെ ശ്രദ്ധിക്കാതെ ഭാവിയിലേക്കുള്ള പ്രോഫിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എങ്ങനെയാണ് ഈ വാല്യൂ മാക്സിമൈസേഷനിലെ വാല്യൂ കണ്ടെത്തുക എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനൊരു ഇക്വേഷൻ അവിടെ ഉണ്ട്. പി വി അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ദ ഫേം. അതിനെയാണ് പി വി എന്ന് പറയുന്നത്. പൈ1 അഥവാ പി വി റേഷ്യോയിൽ പൈ1 ഈക്വൽസ് പൈ1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ദ ഹോൾ സ്ക്വയർ പ്ലസ് π2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ഹോൾ സ്ക്വയർ പ്ലസ് പൈ എൻ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ഹോൾ സ്ക്വയർ എൻ. പി വി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രസൻറ്റ് വാല്യൂ. 2019 നമ്മളൊരു ബിസിനസ് തുടങ്ങി. അന്ന് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ₹2000 ആണെന്ന് വെച്ചോ. 2020 വരുമ്പം അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ഒരു 4000 കിട്ടിയെന്ന് വെച്ചാൽ അപ്പം ഒരു വർഷത്തെ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് 2000 ആണ് അല്ലേ. ഇത് വെച്ച് 10 വർഷത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20,000 ആണ് കിട്ടും അല്ലേ. ഈ 20,000 എക്സ്പെക്റ്റഡ് പ്രോഫിറ്റിനെ പൈ എന്ന് സൂചിപ്പിക്കാം. പൈ 1 എന്ന് പറഞ്ഞാൽ 1-ാം വർഷത്തെ പ്രോഫിറ്റാണ്. പൈ 2 എന്ന് പറയുമ്പോൾ 2-ാം വർഷത്തെ പ്രോഫിറ്റ്. പൈ 3 എന്ന് പറഞ്ഞാൽ 3-ാം വർഷത്തെ പ്രോഫിറ്റ്. അപ്പോൾ ഇനി പൈ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? എത്ര വർഷം നമ്മൾ 10 വർഷം കഴിഞ്ഞുള്ള അല്ലെങ്കിൽ 10 വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ പൈ എന്ന് പറയുന്നത് എന്താണ്? പൈ 10 എന്ന് വരും. അപ്പോൾ 30-ാമത്തെ വർഷത്തെയാണ് നമ്മൾ 30 വർഷം കഴിഞ്ഞുള്ളതാണെങ്കിൽ പൈ 30 എന്ന് പറയും. ഇനി ആ ഇക്വേഷനിൽ ഒരു ആറുണ്ടല്ലേ. എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ഇപ്പം നമ്മളൊരു കമ്പനിയിൽ നിന്ന് തന്നെയാണ് സ്ഥിരമായിട്ട് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ടുകൾ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡിസ്കൗണ്ടിനെയാണ് അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റിനെയാണ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ചുരുക്കിയുള്ള ഒരു ഇക്വേഷൻ നോക്കാം. ഈ ഇക്വേഷനിൽ സിഗ്മ എൻ ഉണ്ട്, പൈ ടി ഉണ്ട്, അതുപോലെ തന്നെ വെറും ടി ഉണ്ട്, 1 പ്ലസ് ആർ ഉണ്ട് അല്ലേ. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഓരോന്നും ഞാൻ പറഞ്ഞു. എൻ എന്ന് പറഞ്ഞാൽ നമ്പറാണ്, ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ്, ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് ആണ്. ഇപ്പം സിഗ്മ എൻ എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേക്കാണോ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിനെയാണ് സിഗ്മ എൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 10 വർഷത്തേക്കാണെങ്കിൽ സിഗ്മ 10 എന്ന് പറയും. താഴെ ഒരു ടി കൊടുത്തിട്ടുണ്ട്. ടി ഈക്വൽസ് 1 ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വേറെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് തന്നെ എഴുതുക. ടി എന്ന് പറയുന്നത് എന്താണ്? ടൈം പീരീഡാണ്. ഇനി പൈ ടി എന്ന് പറയുന്നത്, പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റാണ്. അപ്പം പ്രോഫിറ്റ് ഒരു 25,000 ആണെന്ന് ഓർത്തോ. അപ്പം ടി എന്ന് പറയുന്നത് ഒരു 10 വർഷത്തേക്കുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ആറെന്ന് പറയുന്ന ഒരു 3,000 ആണ്. നമ്പർ 10 വർഷത്തേക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചോ. ഇനി നമുക്ക് ഇത് ഇക്വേഷനിലോട്ട് നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ പറയാം. എൻ എന്ന് പറയുന്നത് 10, ടി എന്ന് പറയുന്ന ടൈം പീരീഡ് 10, ആർ എന്ന് പറയുന്ന ഡിസ്കൗണ്ട് 3,000 ആണ്, പ്രോഫിറ്റ് 25,000 ആണ്. ഇനി ഇക്വേഷൻ നോക്കിക്കേ. സിഗ്മ 10 അവിടെ കൊടുക്കുക. ടി എന്ന് പറയുന്നത് 1 കൊടുക്കുക. 25,000 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3,000 റേസ് ടു 10. ഇങ്ങനെയാണ് ഫ്യൂച്ചർ പ്രോഫിറ്റ് കാണുന്നത്. ഇനിയും ഓൾട്ടർനേറ്റീവ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫേംസ് നോക്കാം. പ്രധാനപ്പെട്ട ചില ഇക്കണോമിസ്റ്റുകളിൽ ഒരാളാണ് ബൗമോൾ എന്ന് പറയുന്നത്. ബൗമോൾ തിയറി അനുസരിച്ച് മാനേജേഴ്സ് എപ്പോഴും സെയിൽസ് റവന്യൂ മാക്സിമൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. നല്ല സെയിൽസ് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല രീതിക്ക് റവന്യൂ ഉണ്ടാകും അല്ലേ. സോ സെയിൽസ് മാക്സിമൈസ് ചെയ്യുക എന്നതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്. മറ്റൊരു എക്കണോമിസ്റ്റായ റോബിൻ മോറിസ് സജസ്റ്റ് ചെയ്യുന്നത് മാനേജേഴ്സിനും ഓണേഴ്സിനും ഡിഫറെൻറ്റ് യൂട്ടിലിറ്റി ഫങ്ഷൻസ് ഉണ്ട് മാക്സിമൈസ് ചെയ്യാനായിട്ട്. സാലറി, ജോബ് സാറ്റിസ്ഫാക്ഷൻ, പവർ, പ്രസ്റ്റീജ്, ഇതെല്ലാം അതിലെ ഫാക്ടേഴ്സാണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട്, ക്യാപിറ്റൽ, പ്രോഫിറ്റ് ഇതിലൊക്കെ ഫോക്കസ് ചെയ്യുക. അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാനേജേഴ്സ് ഫേംസിൻ്റെ ഗ്രോത്ത് റേറ്റ് മാക്സിമൈസ് ചെയ്യുക. ഇതൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫേംസ് എന്ന് പറയുന്നത്. അടുത്തൊരു മോഡലാണ് സയേർഡ് മാർച്ച് മോഡൽ. ഒരു മാനേജർ പല ബിഹേവിയറുള്ള ആളുകളെ ഡീൽ ചെയ്യുന്ന ഒരാളാണ് അല്ലേ. ബിസിനസ്സിലെ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ എന്തൊക്കെ ലോസ് ഉണ്ടായാലും അവർക്ക് അവരുടെ ഷെയർ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് കിട്ടണം. സ്റ്റാഫ് ആണെങ്കിൽ അവർക്ക് അവരുടെ സാലറി കിട്ടണം. കമ്പനി നഷ്ടത്തിലാണെങ്കിലും ലാഭത്തിലാണെങ്കിലും. സപ്ലയേഴ്സിനാണെങ്കിൽ അവരുടെ റോ മെറ്റീരിയൽസ് എടുക്കുമ്പം അതിന് തുല്യമായിട്ടുള്ള ക്യാഷ് കിട്ടണം. അങ്ങനെ ഓരോ ബിഹേവിയറിലുള്ളവരെയും ഒക്കെ മനസ്സിലാക്കി ആ ബിഹേവിയറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മോഡലാണ് സയേർഡ് മാർച്ച് മോഡൽ എന്ന് പറയുന്നത്. ഇനിയും അടുത്തത് ഗോൾസ് ഓഫ് റിയൽ വേൾഡ് ഫേംസ് നോക്കാം. ഒന്നാമത്തേത്, ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു വ്യക്തി പോലും അത് തുടങ്ങുമ്പോഴേ 8 നില പൊട്ടണമെന്ന് ആഗ്രഹിക്കുകയില്ല. അത് ലോങ് റണ്ണിലേക്ക്
അത് നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ലോങ് ടേം പ്രോഫിറ്റ് ആണ് അവർ എയിം ചെയ്യുന്നത്. അടുത്തത് റെപ്യൂട്ടേഷൻ പ്രയോറിറ്റൈസ് ചെയ്യുക. മൂന്നാമത്തേത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, ഇൻകം കൂട്ടുക. മാനേജറിനാണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമല്ല അവരുടെ പൊസിഷനും എൻഹാൻസ് ചെയ്യുക എന്ന ലക്ഷ്യം ഉണ്ട്. ഇതൊക്കെയാണ് റിയൽ വേൾഡ് ഫേംസിൻ്റെ ഗോൾസ്. അടുത്ത ഏരിയയാണ് ഫേംസ് കൺസ്ട്രെയിൻസ്. ഒന്നാമത്തേത് റിസോഴ്സ് കൺസ്ട്രെയിൻ. ഒരു പർട്ടിക്കുലർ ഫേമിന് സ്കിൽഡ് ലേബർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഇതൊക്കെ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ അത് ലിമിറ്റഡ് ആണെങ്കിൽ അത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസ്ട്രെയിൻ്റ് ആണ് അല്ലേ. അതാണ് റിസോഴ്സ് കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ലീഗൽ കൺസ്ട്രെയിൻസ്. അല്ലെ ഫേംസും ഇൻഡിവിജ്വൽസും ലോക്കൽ ലോസും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലോസും ഒക്കെ ഒബേ ചെയ്യണം. എൻവയോൺമെൻറ്റൽ ലോസ്, എംപ്ലോയ്മെൻറ്റ് ലോസ്, ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, ഇതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട ലോസ്. അതും ഒരു കൺസ്ട്രെയിൻ്റ് ആണ്. മൂന്നാമത്തേത് മോറൽ കൺസ്ട്രെയിൻസ്. ജനറലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ പാലിക്കുക എന്നുള്ളതാണ് അടുത്തതാണ് കോൺട്രാക്ച്വൽ കൺസ്ട്രെയിൻസ്. ചില രണ്ട് ഫേംസ് തമ്മിൽ ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ഉണ്ട്. ഈ വർഷം ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഈ ഒരു ഏരിയയിൽ ഞാൻ ബിസിനസ് ചെയ്യാം, അപ്പം മറ്റേ ഏരിയയിൽ നീ ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പം അതൊരു കോൺട്രാക്റ്റാണ്, ഒരു എഗ്രിമെൻ്റ് ആണല്ലോ. അതാണ് കോൺട്രാക്ച്വൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.